हस्बी रब्बी सल्लल्लाह माफी हल्बी खैरुल्लाह नूर मोहम्मद सल्लल्लाह हक ला इलाहा इल्लल्लाह ഉറങ്ങുമുത്തേ ഉമ്മച്ചിക്കപ്പുറത്ത് പണിയുണ്ട്. ഉപ്പ് ഇങ്ങോട്ട് എത്തില്ലേ മോളെ? ഇല്ല. എന്തേ? ഒന്നുമില്ല ഞങ്ങളിങ്ങനെ വെറുതെ കേറി കുത്തിയിരുന്നോളി. ഇല്ല, ആ നമ്പറിലൊന്നും വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ല. എന്തായി? ഞങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അക്ബറിന്റെ ഭാര്യ ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എംബസിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യ്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ച് വിവരം അറിയിക്കല്ലോ. നമ്മളിവിടെ അത്രയ്ക്ക് ടെൻഷനിലാണേ. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ ഉപ്പ? അത് ഒന്നുമില്ല മോളെ. അല്ല, ഇന്നലെ പറഞ്ഞില്ലേ അക്ബറിന്റെ കമ്പനിയിൽ എന്തോ കമ്പനി പ്രശ്നമുള്ളതിന് ഇവിടെ എന്തിനാ ആള് കൂടണേ? അത് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കരഞ്ഞൂസ് കിട്ടാൻ മതിയല്ലോ. ഇത് വലിയ ചതിയായല്ലോ. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ല. കടല്ല കര എന്താണ് എന്തായി കേക്കണത്? ആരെങ്കിലും പറഞ്ഞിട്ട് വെറുതെ മോളെ ഞമ്മക്ക് ഒത്തിരി കാലക്കേട്. വല്ല കളവ് വേസിലാണ് പെട്ടതെങ്കിൽ കൈയല്ലേ വെട്ടി പോവുള്ളൂ. ഇതിപ്പോ കൊലപാതകമല്ലേ കേസ്, തലയല്ലേ വെട്ടി പോവാൻ. തല അപ്പമ്മ കുട്ടി ഇവരാരും പറഞ്ഞില്ലേ നമ്മുടെ അക്ബർ ഒരാളെ കൊണ്ടുവന്ന്? സൗദി അറേബ്യയുടെ നാട് ശരിയെത്താണ് കോടതി. പോയില്ലേ മോളെ, പോയില്ലേ? அம்மாவோட சுந்தரி குட்டி, இன்னைக்கு வெள்ளிக்கிழமை அப்பாவோட போன் வரும் இல்லையா? அம்மா சுபத்ராக்காவோட வீட்டுக்கு போயிட்டு வரா. கீழே போலாம். அழாதம்மா, அப்பா கிட்ட போன்ல பேசலாம் இல்லையா? பாட்டி பாரு, நீக்கு கோவம் வருது. எங்கிருந்து வரியா இல்லையா? ஏண்டி, நான் ராமாயணம் படிச்சுட்டு இருக்கேன் தெரியுமோ? என்ன நீலிமா சண்டை? பாருங்க மன்னி, இன்னைக்கு குளிக்கிற மாதிரி இல்ல பாட்டி. இந்த தலையில தண்ணி விழுந்து ஒரு வாரம் ஆச்சு தெரியுமோ? அப்பா என்ன சீரியஸா படிச்சுட்டு இருக்க என்னோட திட்டு பாட்டி. நாளைக்கு பப்ளிக் எக்ஸாமா? கொடு. விளையாடாத, அது ராமாயணமாக்கும். அது எனக்கு தெரியும். இன்னைக்கு இந்த மடிச்சு பாட்டியை குளிப்பிச்சுட்டான காரியம். ஏய் ஏய் நில்லு. ஏய் இது பாரு ரேணு, இந்த பசங்க பண்ற கூத்து. അമ്മ ഗംഗ, പാട്ടിയോടെ കണ്ണല്ലവാ இந்த മഴയിൽ കുളിക്കണമാ? വേണം കള്ളിപ്പാട്ടി. കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് இந்த ചട്ടിത്തലയിൽ പൂ ചൂടി നിക്കണം. പെണ്ണ് കാണാൻ ആള് വരണണ്ടേ. എന്താ ചിരിക്കാതെ. நம்ம பட்டாபிராமனோட பெரியப்பா இல்லையா, பாட்டியோட ஓல் லவர். அவருக்கு இப்போ ஆசை இருக்கு. சொல்லட்டுமா பாட்டி? ஸ்வீட் 90 ஸ்வீட் 80 நல்ல மேட்ச் ஆயிருக்கு. சும்மா இரு. அப்படியான நீலிமாவோட கல்யாணம் இதுவும் சேர்ந்து ஒரே நாள்ல பண்ணுவோம். ஆமா ஆமா, ஓடி வெக்கத்தை பாரு. எழுந்திரு எழுந்திரு. வா. வேண்டம்மா, ரொம்ப குளிருது. தண்ணி இருக்கா? இல்ல, മഴയത്തെ നിർത്തിയാ കുളിപ്പിക്കാൻ പോണേ. இல்லைன்னா அந்த പുഴയില് മുക്കല. അയ്യോ വാ പാട്ടി, നടക്ക്. വാ, ரொம்ப குளிருது. அப்பா, வார்டு மெம்பர் வந்திருக்கார். அப்பாவை பார்க்கணும்.
കൃഷ്ണയ്യർ, മരിച്ച രഘുരാമയ്യരോട് അപ്പ. അതൊക്കെ രഘുവിന്റെ ഭാര്യയുണ്ട്. അകത്ത് സ്ത്രീകളാരും അറിഞ്ഞിട്ടില്ല. എപ്പോഴായാലും അവരറിയണ്ടേ? പറയുന്നതല്ലേ നല്ലത്. എങ്ങനെ പറയും? എന്തെന്നാ പറയാ? 3-4 വട്ടം ശ്രമിച്ചു നോക്കി. നാവിടക്കുമ്പോ പറ്റണില്ല. ഇനി അറിയുമ്പോ അറിയട്ടെ. ഈ വലിയൊരു കുടുംബത്തിന്റെ വിളക്ക കെട്ടുപോയത്. ഇയാള് വിഷ്ണുനാരായണൻ, മൂത്തതാ. ഇത് ഏറ്റവും ഇളയാൾ സേതുരാമൻ. രണ്ടാളും അമ്പലത്തിൽ ശാന്തിക്കായിട്ട് ഇവിടെ തന്നെയാ. നടുവിലത്തെ ആളാണ് രഘുരാമൻ. പഠിച്ചത് ഡിഗ്രി എടുത്തൊക്കെ രഘുവായിരുന്നു. കഴിവുണ്ടായിട്ടൊന്നല്ല, കടം വാങ്ങി വിറ്റു പറക്കിയിട്ടൊക്കെയാ കൃഷ്ണൻ രഘുവിനെ ഗൾഫിലയച്ചത്. ഒന്ന് കരപറ്റി വരണമെന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോഴാ ഇടുത്തി പോലെ ഇപ്പൊ ഈ കേട്ടത്. നിങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പഴും അനിയത്തി ഒന്നുള്ളതിന്റെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുക. സേതുവിനെ കൊണ്ടുപോകാൻ വിസ അയക്കണമെന്നും പറഞ്ഞതാ. ഒന്നും വേണ്ടിയിരുന്നില്ല. എന്റെ കുട്ടീന്റെ ആയുസ് തന്നായിരുന്നു. ഇപ്പൊ എന്താ അവിടെ അവസ്ഥ? ഇടയ്ക്ക് 2 തവണ രഘുണ്ണന്റെ കൂട്ടുകാരും വിളിച്ചിരുന്നു അവിടുന്ന്. ആ അറിവേ ഉള്ളൂ. ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടാക്കണ്ടെന്ന് പറഞ്ഞു. 5-6 ദിവസം അത്ര. അതുവരെ കാക്കാനൊക്കുവോ? മരണം കഴിഞ്ഞില്ലേ? വിധി പ്രകാരമുള്ള ചടങ്ങ് നടത്തണ്ടേ? മഞ്ഞ് വരുന്നുണ്ട്. மாமா சவுதியிலிருந்து ஃபோன் வர நேரமாச்சு. நான் சுபத்ராக்கா வீட்டுக்கு போறேன். பிரத்யேகமா ஏதாவது சொல்லணுமா? ഇല്ല, ഒന്നുമില്ല. ഇനി ചൊല്ലാൻ പറഞ്ഞ ശരിയാവാതെ. കണവും മരിച്ചിട്ട് പൊട്ടും വെച്ച് പൂവും സൂടി ഒന്നും தெரியாம കുഴന്തപ്പടി നടക്കുന്നത് പാവമാക്കും. അതാ പഠിച്ചോനെ, 4-ാം മാസത്തിലെ വരാൻ. അല്ലാണ്ട് എന്ത് പറയാൻ? സമാധാനിക്കും മോളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ചേട്ടല്ലേ, ഇമാതിരി മഴയുള്ള നേരത്ത് ഈ വെറുഞ്ചായ ഇങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ല. ചോറ് ബന്ധങ്കി കുറച്ച് നല്ലോണം വറ്റിട്ട് നല്ല ചൂടില് ഒരു പിന്നാലെ കഞ്ഞിന്റെ ബെല്ലം കിട്ടിട്ടോളി. മനസ്സിന്റെ ബേജാറുകൊണ്ടേ പള്ളേന്റെ അകത്തൊരു 20 സഞ്ചാരം. നിന്റെ അക്ബർ ഇപ്പൊ എവിടെ കിടക്കണേക്കും? സംഭവ സ്ഥലത്ത് പോലീസ് കൊണ്ടുപോയി. ഇപ്പൊ എവിടെ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഇരുട്ടറയിലിടും, അല്ലെങ്കിൽ പാമ്പും തേലൊക്കെ ഉള്ള ആയം കൂടിയ പൊട്ടാക്കറ്റിൽ. അല്ലാ, അല്ല, നമ്മൾ അക്ബർ കൊന്നെന്ന് പറഞ്ഞ ആ ചെങ്ങായി എവിടുത്തേരനാ? പാലക്കാട്ട് കൽപ്പാത്തി എന്നൊരു സ്ഥലമുണ്ട്. എന്തോ ആഗ്രഹക്കാരോ ആഗ്രഹാരം. അത് തന്നെ. അവിടുത്തെ ഒരു പട്ടിരക്കൻ രഘുരാമഗിരി. ഓനെയാണ് അക്ബർ അടിച്ചങ്ങട്ട് കൊന്നത്. അക്ബർ ആരാ മോൻ? ഇത്തിരി ചായയോ കഞ്ഞിൻ്റെ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. ഒരൊറ്റ ആങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഈ അക്ബർ. എന്നിട്ട് ഇവരുടെ കല്യാണത്തിന്റെ പേരില് ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ നല്ലോണം ബറപ്പിച്ചു. ഞമ്മളുമ്മ എമ്പാടും കരഞ്ഞേക്കണ. എന്തായി? അതിനുള്ളത് ഓനും കിട്ടി. കെട്ടിയോണ്ട് വാക്കും കേട്ട് കായുണ്ടാക്കാൻ പോയല്ലോ ഓൻ. എന്നിട്ട് മാലയെ കെട്ടിക്കൊടുക്കാൻ പറ്റിയോ? എന്നാ ഓൻ ചുമ്മയും ഈ പെങ്ങളൊക്കെ കിടക്കണ പോരാ ഒന്ന് പൊളിച്ച് നന്നാക്കാൻ തോന്നിയോ ഓന്? പഠിച്ചതിന് മറന്നാരും കളിക്കരുത്.